അങ്ങനെ രാവിലെ എണീറ്റൊന്ന് ഫ്രഷൊക്കെ ആയ ശേഷം നേരെ അടുക്കളയിലോട്ട് കയറി. അങ്ങനെ പിന്നെ കാപ്പിയുടെയൊക്കെ നോക്കാം എന്തെങ്കിലും എടുക്കാൻ ചെല്ലി ഫ്രിഡ്ജ് തുറന്നപ്പം ഒരു മൂടില്ലായിരുന്നു. ചില ദിവസം അങ്ങനെയല്ലേ. പിന്നെ കുറേ ജോലികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ എന്നാലും എന്ത് തട്ടിക്കൂട്ട് എന്തെങ്കിലും പരിപാടിയാക്കാമെന്ന് വിചാരിച്ചു. ഇതാട്ടോ ഞങ്ങളുടെ കുഞ്ഞു ഫ്രിഡ്ജ്. ഇതിനകത്ത് പിന്നെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുത്തിക്കയറ്റി വെക്കുമല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മൂടില്ലെന്ന് പറഞ്ഞാലും വിശപ്പിന് കുറവൊന്നുമില്ലല്ലോ. അതുകൊണ്ടൊരു തട്ടിക്കൂട്ട് ഓട്സ് ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതല്ല ചോല ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിലായാലും കറിയൊക്കെ വെച്ച് ഇങ്ങനെ സമയം പോകുന്നുണ്ട് വിചാരിച്ചു. ഇന്ന് എന്തായാലും അതിനുള്ള മൂടില്ല. പിന്നെ കുറേ ജോലികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ തുടയ്ക്കാൻ നിന്നപ്പോൾ എന്തായാലും കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു കാര്യം ചെയ്തെല്ലാം അങ്ങ് കഴുകി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ എല്ലാം കഴുകി വൈപ്പറിട്ട് വാഷറിന് പോലും എന്തോ തലയിൽ കിളി പോയിരിക്കാൻ തോന്നുന്നു. വൈപ്പറൊക്കെ ഇട്ട് എന്തായാലും അതെല്ലാം സെറ്റാക്കി എടുത്തു. ഇത് ചെയ്യുമ്പോൾ എനിക്ക് പണ്ട് ഞങ്ങളുടെ ഓണത്തിന് സമയമായിട്ട് ഓർമ്മ വരുന്നത്. പണ്ട് നമ്മൾ സിമെൻ്റ് ഇട്ട് വീട്ടിലൊക്കെ ആകുമ്പം ഓണത്തിന് എല്ലാ പ്രാവശ്യം ഒരു കഴിവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കഴിവത്തിൽ നമ്മൾ വെക്കേഷന് വീട്ടിൽ നിൽക്കുമായതുകൊണ്ട് തന്നെ നമ്മളും കൂടും. അപ്പോൾ ഈ കുറേ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് ആകെ അലമ്പി വാരി അതിനകത്ത് തുള്ളി കളിച്ച് ഒരു രസം തന്നെ അത് അന്നത്തെ കാലം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ള ഇത് നമ്മൾ കേൾക്കുകയും ചെയ്യണമല്ലോ. അമ്മൂമ്മയുടെയും അമ്മയുടെ വായിലിരിക്കുന്ന എല്ലാം കേട്ട്. എന്നാലും ഈ രസമൊന്നും നമ്മൾ വിടാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഉച്ചയ്ക്കത്തെ സമയമായില്ലേ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണാണ്. ബ്രേക്ക്ഫാസ്റ്റ് മടിച്ചുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഊണിച്ചിരി കാര്യമായിട്ടായിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. അല്ല, അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതെ, അങ്ങനെ 4 വർഷം അതിഗംഭീരമായിട്ട് എന്താ പറയുക അങ്ങ് പോയി. അതെ, ഇന്ന് ഞങ്ങളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഗംഭീരം എന്ന് പറഞ്ഞിട്ട് പപ്പടം മാത്രമേ കാണുന്നുള്ളല്ലോ എന്ന്. അതൊരു ഗംഭീരത്തിൻ്റെ പരിപാടി തന്നെയാണല്ലോ. പക്ഷേ പരിപ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ പപ്പടം ഒരു വെറൈറ്റിക്ക് കീറി മുറിച്ചത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. കീറിയപ്പോൾ കറക്റ്റായിട്ടൊന്നും വന്നില്ല. അതിപ്പോൾ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട്. പിന്നെ ഈ വിഭവസമൃദ്ധം ഗംഭീരം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലെ വിഭവസമൃദ്ധം ഗംഭീരമൊക്കെ ഇങ്ങനെ ആയിട്ട് ഞാൻ ഇങ്ങനെ തള്ളി നീക്കി. ഇതെന്ന് പറയുന്നത് ചിക്കൻ തോരനുണ്ട്, പിന്നെ ആണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ചിക്കൻ തോരനുണ്ട്, രസമുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ ബീൻസിൻ്റെ മെഴുക്കുപുരട്ടിയുണ്ട്. അതുമാത്രമല്ല പിന്നെ ചോറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് മാങ്ങാച്ചാറുണ്ട്. മാങ്ങാച്ചാർ ഞാൻ ഇട്ടതല്ല കേട്ടോ. മാങ്ങാച്ചാർ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ മാങ്ങാച്ചാറിൽ നല്ലൊരു പണി കിട്ടി. ഇവിടെ ഞാൻ വാങ്ങിച്ചതായിട്ട് തന്നെ ഭയങ്കര എണ്ണയായിപ്പോയി. അതിനകത്ത് തുറന്നപ്പോൾ തന്നെ ഭയങ്കര എണ്ണയായിരുന്നേ. പക്ഷേ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ കൊള്ളാം. അങ്ങനെ ഞാൻ പിന്നെ ചോറിൻ്റെ പരിപാടിയിലൊക്കെ കിടക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ചോറ് കഴിക്കാൻ പോവാണ്. അത് മാങ്ങാച്ചാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലാതെ ഇപ്പം എന്തിനാ മാങ്ങാച്ചാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇരുന്നോട്ടെ, എന്തായാലും ഒരു വയ്ക്കുമല്ലേ. മാങ്ങാച്ചാറുണ്ടല്ലോ എന്തോ ഒരു എണ്ണയിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതെണ്ണയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടി. ഇവിടുത്തെ ടേസ്റ്റിനൊക്കെ അവർക്കൊക്കെ പിടിക്കുമായിരിക്കും. എന്തോ എനിക്കത്ര ടേസ്റ്റ് പിടിച്ചില്ല. പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എന്തായാലും ചേട്ടൻ വൈകിട്ട് വന്നപ്പോഴത്തേന് സർപ്രൈസ് കൊണ്ടുവന്നു. അത് തന്നെ, കേക്ക് കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്തെങ്കിലും ഒപ്പിക്കാറുണ്ട്. എന്നാലും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഗംഭീരം ആയിക്കോട്ടെ, കേക്കൊക്കെ മുറിച്ച് കളയാം. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഒരു ഡയറി മിൽക്ക് കൊണ്ടുവന്നു. പിന്നെന്താ കൊണ്ടുവന്നേ അത്രയ്ക്കേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. അത് തന്നെ ധാരാളം. ചെറിയ ചെറിയ സന്തോഷമാണല്ലോ വലിയ വലിയ സന്തോഷം. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള എല്ലാ ബർത്ത്ഡേക്കും എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് കേട്ടോ ഇതുപോലെ. അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എന്നാ നമുക്ക് കുറച്ച് കേക്കൊക്കെ മുറിച്ചിട്ട് സംസാരിക്കാൻ. അപ്പോൾ കേക്ക് മുറിയിലോട്ട് കിടക്കാൻ ഞങ്ങൾക്ക് ഒരു വൈബ് വേണമായിരുന്നു. എന്ത് വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വൈബൊന്നും അല്ല. ഞാൻ വിചാരിച്ച് പുറത്തിരുന്ന് കേക്കൊക്കെ മുറിച്ചാലൊന്നും. എന്തായാലും പുറത്തുള്ള പോക്കും ഒന്നും നടന്നില്ല. അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ എൻ്റെ വീട്ട് പുറത്ത് പോയി ഫുഡ് തന്നെ അങ്ങ് കഴിച്ചേക്കാം, അല്ല കേക്ക് മുറിച്ചേക്കാം. അങ്ങനെ പുറത്തേക്ക് ബാൽക്കണിയിലോട്ട് പോയപ്പം അവിടെ കുറച്ച് തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി കസേരയൊക്കെ വെച്ചു. കസേര വെച്ചത് കസേരയിൽ അവിടെ ഇരുന്നതിൽ കേക്കൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ തുണിയൊക്കെ അശീനൊക്കെ എടുത്ത് മാറ്റി. ഇത് നമ്മുടെ ബാൽക്കണിയിൽ രാത്രി ഇരിക്കാൻ നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ബാൽക്കണി കസേരയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കസേരയും കൂടി ഇടാന്ന് വെച്ചിട്ട് അപ്പോൾ മൊത്തം തിരക്ക് പോലെയൊക്കെയും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ തറയിലൊക്കെ ഇരിക്കാമെന്ന്, അവിടെ ഇരുന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ വെളിയിലൊക്കെ അവിടെ ബാൽക്കണിയിലൊക്കെ ഇരുന്നു. കേക്കൊക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ചു. അപ്പോഴത്തേനും കേക്ക് കുറച്ച് കുളമായിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല. അങ്ങനെ ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി വിജയകരമായി ആഘോഷിക്കാനുള്ള സമയമായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചേട്ടൻ എന്നോട് നമുക്ക് കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് കേക്ക് മുറിച്ചേക്കാം. നല്ല കേക്കാട്ടോ. എന്തോ കേക്ക് ഇത്, ഫ്രൂട്ട്സ് നട്ട്സ് കേക്കോ അങ്ങനെ എന്തോ ആണ്. എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ കൊള്ളായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഭയങ്കര ക്രീം കൂടുതലായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. നല്ല ക്രീം നല്ല ഭയങ്കര. അതൊക്കെ കഴിഞ്ഞത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ മീഷോയിൽ വാങ്ങിച്ച കുറച്ച് സെറ്റ് സാരി. ഇപ്പോൾ വിഷു ഒക്കെ അല്ലേ. അപ്പോൾ വിഷുവിനൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നവർക്ക് സെറ്റ് മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ ഇഷ്ടമുള്ളവർക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ, അതായത് 500 രൂപയ്ക്ക് താഴെയാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സെറ്റുമുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാവേ. നല്ല ക്വാളിറ്റിയിൽ വരുന്ന കേട്ടോ. ഇതിൽ പലതിനും ഞാൻ ഓരോന്നും എടുത്ത് പറയാത്ത കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓർത്തിരിക്കുന്നില്ല ഞാൻ ഓരോന്നിനും എത്ര റേറ്റാണ്. എന്തായാലും എല്ലാത്തിനും 500 താഴെ മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് തോന്നുന്നൊരു 400 രൂപ, അത് 380 അങ്ങനെ എന്തോ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല സെറ്റ് മുണ്ടുവാണേ. നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാത്തവർക്കൊക്കെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യണം, അങ്ങനെ അമ്പലത്തിലൊക്കെ ഇടയ്ക്ക് പോകണം എന്നൊക്കെ ഉള്ളവർക്ക് ഈ സെറ്റും മുണ്ടും അടിപൊളി ചോയ്സ് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഞാൻ കാണിക്കുന്ന എല്ലാം തന്നെ നല്ലതാട്ടോ. ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു ബ്ലാക്ക് കറിയുള്ളത്, അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് ബ്ലാക്ക് ബ്ലൗസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഒന്നും ഇല്ല കേട്ടോ ബ്ലൗസ്. പിന്നെ തന്നെ ഇതെല്ലാം കൂടെ ഞാൻ നിങ്ങളെങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ഞാൻ ഒരെണ്ണം എടുത്തേക്ക് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് അടുത്തത് വന്നിരിക്കുന്നതും കാണിക്കുന്നത് അതുപോലത്തെ നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെ കേട്ടോ. വയലറ്റ് പോലത്തെ കര വരുന്നത്, അതും ഞാനൊന്ന് എടുത്ത് കാണിച്ചേക്കാവേ നിങ്ങളെ. അതിൻ്റെ കൂടെ ഞാനൊരു ചെയിനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ചെയിൻ വെച്ചാൽ ബ്രേസ്ലെറ്റ്, നമുക്ക് അത് 3 എണ്ണം വരുന്നുണ്ട്. സെറ്റായിട്ടുള്ളതാണ്. അതിന് 160 രൂപയുള്ളൂ. പക്ഷേ ഏതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചെയിനാട്ടോ വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പുറകെ കാണുന്ന ആ പച്ചയുണ്ടല്ലോ, അതിൻ്റെ നടുക്ക് വരുന്ന ഒരു സിൽവർ കളർ
ബോർഡർ പോലത്തെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അത് ഈ പച്ച കളർ ബ്ലൗസൊക്കെ ഇട്ട് അത് എടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എല്ലാത്തിനും 500 താഴെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ സ്വർണ്ണ കളർ തന്നെ കര വരുന്ന ഒരു സെറ്റ് മുണ്ടുവാണ്. അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു ബാങ്കിൾ, അതായത് 4 വരുന്ന ഒരു ബാങ്കിളിൻ്റെ സെറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. വെറും 170 രൂപയേ ഉള്ളൂ. പക്ഷേ ട്രസ്റ്റ് മീ അടിപൊളി ക്വാളിറ്റിയിലാണ് ആ ബാങ്കിൾ വരുന്നത്. നല്ല ഭംഗിയുണ്ട്, ഇട്ടാൽ നല്ല ഭംഗിയായിട്ടോ കാണാൻ പറ്റുന്നത്. ഞാൻ 2.8 എടുത്തേക്കുന്നത് കേട്ടോ. അത് എടുത്ത ഒരുവിധം പാകമാവുമെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അളവ് എത്ര എന്നിട്ട് അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. നല്ല ഭംഗിയാട്ടോ അത് ഇടാനായിട്ട്. ഞാൻ ഇട്ടിട്ടുള്ളത്, ഞാൻ അതാ ഇട്ടിട്ടുള്ളത് കേട്ടോ. അതൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് ഈ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് എന്തോ ഒരു മുഖത്ത് ഇങ്ങനെ വെട്ടമടിക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ഇങ്ങനെ ക്ലിയർ ആവത്തില്ല. അങ്ങനെ ഞാൻ ഇതുപോലത്തെ ഈ കാണിച്ചേക്കുന്നില്ല. പിന്നെ ഞാൻ ഉടുത്തേക്കുന്ന വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് അല്ല ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അത് നല്ല ഭംഗിയാട്ടോ ഞാൻ ഉടുത്തേക്കുന്നത്. ഇത്ര വിലക്കുറവിലൊക്കെ ഇത് കിട്ടാന്ന് വെച്ചാൽ നല്ല യൂസ്ഫുൾ തന്നെ കേട്ടോ. മീഷോയിൽ നിന്നൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഉടുക്കുന്നവർക്കൊക്കെ ഇത് ഉടുത്തുകൊണ്ട് പോകാനൊക്കെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ പുതിയവരാണെങ്കിൽ സബ്സ്ക്രൈബ്